കഴുത്തിലെ ഡിസ്കിനും താഴത്തെ ഡിസ്കിനും ബൾജിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ വേദന കൊണ്ട് ഞാൻ ഈ പോവാത്ത ഹോസ്പിറ്റലുകളോ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളോ ഇല്ല. അവസാനം ഞാൻ ഈ ഒരു വേദന സഹിച്ചിട്ട് തന്നെ ജീവിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഹസ്ബൻഡ് എന്നോട് നാട്ടിൽ പോയി നമുക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം, ഞാൻ പുറത്താണ്, US-ലാണ്, അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നാട്ടിലോട്ട് വന്നതാണ്. സ്കാനിങ്ങും എല്ലാം ചെയ്ത് നോക്കി. അവർ ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം, പിന്നെ മാനസികമായിട്ട് നമ്മൾ തളരുന്നത് കൊണ്ട് അതിന് ഡിപ്രഷന് മരുന്നെടുക്കണം, സ്ട്രെസ്സിന് മരുന്നെടുക്കണം, അങ്ങനെയുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മമ്മി ഇങ്ങനെ വീഡിയോ ഇതിൽ കാണിച്ചു തരുന്നത്, NYL-ലെ. ഞാനത് കണ്ട് ഞാനതിവിടെ വന്ന് ഒന്ന് പരീക്ഷ നോക്കാം, ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാ. എനിക്കിപ്പോൾ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഒരു 5 മിനിറ്റ് പോലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട്. ഇപ്പം 2 ദിവസമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, സുഖമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 80% വേദന എനിക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് മനസ്സിനും ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. ഞാൻ സ്ട്രെസ്സിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ 5 ഹീലിംഗ് ആണ് കഴിഞ്ഞത്. ഇതിപ്പോൾ 11 ഹീലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തീരെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. തിങ്കളാഴ്ച വരുമ്പോൾ ആ സാറ് 1 മണി മുതൽ 6 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പേടിച്ചു, ഞാൻ എങ്ങനെ ഇരിക്കും അത്ര നേരം. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച മുതൽ പയ്യെ ചെറുതായിട്ട് എനിക്ക് വേദനയ്ക്ക് ചെറിയ മാറ്റം വന്നു തുടങ്ങി. ഞാൻ വ്യാഴാഴ്ച എറണാകുളത്ത് പോയായിരുന്നു ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ്. അപ്പോൾ ബസ്സിൽ ഒക്കെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു വ്യത്യാസം. ഞാൻ വീണ്ടും ഒക്കെ ഒന്ന് ഇരുന്ന് നോക്കിയാൽ എനിക്കെന്തോ മാറ്റം ഉണ്ടല്ലോ എന്ന് തോന്നി. ഞാൻ എൻ്റെ മമ്മീനോട്, മമ്മി എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നി. വീണ്ടും ഞങ്ങൾ എറണാകുളത്തൊക്കെ പോയി വന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും സുഖമുണ്ട്, എനിക്ക് വലിയ കുഴപ്പമില്ല, ഒരുപാട് വ്യത്യാസം വന്ന പോലെ തോന്നി. അങ്ങനെ എനിക്ക് ആ വെള്ളിയാഴ്ചയും ഒരു വ്യത്യാസം വന്നു. ആ സന്തോഷത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞത് എനിക്ക് മാറ്റം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ 11 ദിവസം കഴിഞ്ഞു. എൻ്റെ മസിലുകൾ കാലിൻ്റെയും ഷോൾഡറും ഒക്കെ ടൈറ്റ് ആയിരുന്നു. ഇപ്പം അതെനിക്ക് ആ ടൈറ്റ്നെസ് ലൂസ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഞാൻ അവിടെ തൊട്ട് നോക്കുമ്പോഴും കാലിൻ്റെ തൊട്ട് നോക്കുമ്പോഴൊക്കെ അപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള രീതിയിലാണ് എനിക്ക് വേദന അനുഭവപ്പെടുന്നുള്ളൂ. സാർ അത് 21 ദിവസം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ 14ാമത്തെ ദിവസമാണ്. 21 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് മൊത്തം മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.